നമസ്കാരം. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ഒരു സൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഒരു സുഹൃത്ത് പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ സൈറ്റാണ്. അപ്പോൾ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡോർസ്, വിൻഡോസ് അത് നമ്മൾ പല രീതിയിലുള്ള മെറ്റീരിയൽസ് ഇപ്പോൾ ജോയിനറിക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പലർക്കും വുഡ് തന്നെ വേണം എന്ന് നിർബന്ധം പറയാറുണ്ട്. വുഡിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് എന്താണ്, എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ തേക്കിനെക്കാട്ടി ഡെൻസിറ്റി ഉള്ള, ഏറ്റവും കൂടുതൽ ഹാർഡ്നെസ് ഉള്ള, എന്നാൽ തേക്കിന്റെ അത്ര തന്നെ വിലയില്ലാത്ത ഒരു മെറ്റീരിയൽ വെച്ചാണ് ഇവിടെ ഡോർസ്, വിൻഡോസ് എല്ലാം പണിതിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യമായിട്ട് ഈ എലിവേഷനുള്ള വിൻഡോസ് ഒന്ന് നോക്കാം. ഇതിപ്പോ ഒരു 3 പാളി ഒരു സ്പെഷ്യൽ ഡിസൈൻ ചെയ്ത ഒരു വിൻഡോ ആണ്. അപ്പൊ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ തടി തന്നെയാണ് ഇത്. കണ്ടു കഴിഞ്ഞാൽ നല്ല ഈട്ടിയുടെ ഒരു ഫിനിഷിംഗ് ഒക്കെ ഉള്ള, ഒരു ഹാർഡ്നെസ് ഒക്കെ തോന്നുന്ന ഒരു വുഡ് തന്നെയാണ്. ഹിൽവുഡ് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ജനലിന്റെ പാളികളും ഇതിന്റെ ഫ്രെയിമും എല്ലാം. ഇതിപ്പോ നമുക്ക് പല സൈസിൽ അവൈലബിൾ ആണ്. ഇത് 4x 2.5 ഉണ്ട്, 4x 2.5 ഉണ്ട്, 5x 3 ഉണ്ട്. ഇതിന്റെ ചട്ടത്തിന്റെ അളവിലുള്ളതുണ്ട്. അങ്ങനെ പല സൈസിൽ നമുക്ക് ഈ മെറ്റീരിയൽ അവൈലബിൾ ആണ്. അപ്പൊ തേക്കിനെക്കാട്ടിയൊക്കെ കുറച്ചും കൂടെ ഹാർഡ്നെസ് കൂടിയ, അല്ലെങ്കിൽ കുറച്ച് ക്വാളിറ്റി കൂടിയ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇത് വുഡ്. അപ്പൊ വുഡ് തന്നെ പലർക്കും ആവശ്യമുണ്ട്. വുഡ് വേണമെന്ന് ശാഠ്യം പിടിക്കുന്ന ആൾക്കാരുണ്ട്. പല മെറ്റീരിയലുകൾ ഇന്നിപ്പം അവൈലബിൾ ആണെങ്കിലും എല്ലാവർക്കും വുഡിൽ തന്നെ ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം തേക്കിന്റെ അത്രയും വിലയില്ലെങ്കിൽ പോലും തേക്കിനെക്കാട്ടി വില കുറവാണ്. എങ്കിലും അതിലും ഹാർഡ്നെസ്സും ക്വാളിറ്റിയും ഒക്കെ കൂടിയ ഒരു മെറ്റീരിയലാണിത്. ഹിൽവുഡിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു ഫ്രഞ്ച് വിൻഡോ ആണ്. അപ്പൊ ഇതൊരു 2 പാളി ഡോറാണ്. അതോടൊപ്പം തന്നെ ഇവിടെ വിൻഡോസും ഉണ്ട്. താഴെ ഒരു സിംഗിൾ പാളി, മേളിൽ 2 പാളി. ഇതേപോലെ തന്നെ മൊത്തത്തിൽ നമുക്ക് ഫുള്ള് ഡോർസ്, വിൻഡോസും ഒക്കെ ഈ വുഡിൽ ചെയ്തെടുക്കാം. ഇത് ഇമ്പോർട്ടഡ് വുഡാണ്. അതേപോലെ തന്നെ ഇത് നല്ലപോലെ ട്രീറ്റ് ചെയ്ത് തേക്കിനെക്കാട്ടി ഹാർഡ്നെസ്സിലൊക്കെ ചെയ്തു വരുന്ന വുഡാണ്. അപ്പൊ ഇതുപോലെയുള്ള ഡോറുകൾ, വിൻഡോകൾ എല്ലാം നമുക്ക് ഈ വുഡിൽ ചെയ്തെടുക്കാം. ഇതേപോലെയൊക്കെയുള്ള ഫ്രഞ്ച് വിൻഡോസുകൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇത് പട്ടാകമ്പി രീതിയിലുള്ള റോഡുകളാണ് ചെയ്തിരിക്കുന്നത്. ഇനി സ്ക്വയർ റോഡുകളോ അല്ലെങ്കിൽ SS-ന്റെ റെയിലുകളോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെയുള്ള സ്റ്റാൻഡേർഡ് അളവുകളിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് മേടിച്ചിട്ട് സൈറ്റിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ കാർപ്പന്റേഴ്സിനെ കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് നമുക്ക് വീടിനുള്ളിലെ കാര്യങ്ങൾ നോക്കിയാൽ ഇപ്പൊ കയറി വരുമ്പോൾ തന്നെ ഇതൊരു ലിവിംഗ് റൂമാണ്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ വിൻഡോസും ഒക്കെ ഈ സൈഡിലാണ് വരുന്നത്. ഇവിടെ ഒരു 3 പാളി വിൻഡോ വരുന്നുണ്ട്, ഇവിടെ 2 പാളി വിൻഡോ വരുന്നുണ്ട്. ഈ പണികളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് കിടക്കുന്നത്. ഈ ലിവിംഗ് റൂമിൽ നിന്ന് നേരെ ഡൈനിങ് ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഡൈനിങ് റൂമിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഫ്രഞ്ച് വിൻഡോ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഈ 2 സൈഡിലായിട്ടാണ് 2 ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിലേക്ക് വന്നാൽ ഈ ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്ന ഡോറും ഇതേപോലെ തന്നെ ഈ ഹിൽവുഡിന്റെ ഡോർ തന്നെയാണ്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഇതിന്റെ തിക്നെസ്സും കാര്യങ്ങളും ഒക്കെ. ഇതിപ്പം 1.25 ഇഞ്ച് തിക്നെസ്സിലുള്ള ഡോർ ഷട്ടറാണ്. ഇതേപോലെ തന്നെ നല്ല ഹാർഡായിട്ട് നമുക്കത് പിടിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീൽ ചെയ്യാൻ പറ്റും. നല്ല ഹാർഡ്നെസ് ഉള്ള, നല്ല വുഡിൽ തന്നെ ചെയ്തിരിക്കുന്ന ഡോർ ഷട്ടറാണ്. അതേപോലെ തന്നെയാണ് ഇതിന്റെ ഫ്രെയിമോ. ഇതിന്റെ കളർ കണ്ടാലും മനസ്സിലാവും. നമുക്ക് അതിന്റെ ഗ്രെയിൻസും കാര്യങ്ങളും ഒക്കെ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ്. ഈട്ടിയുടെ ഒരു കളർ പോലെ തന്നെയാണ് ഇതിന്റെ കളറും വരുന്നത്. ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് ഇത്. ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് വന്നാൽ ഇവിടുന്ന് നേരെ തിരിഞ്ഞ് ഇതൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്നതും ഈ സെയിം വുഡിൽ തന്നെയുള്ള ഡോർ ഷട്ടറാണ്. ഡോർ ഫ്രെയിമും ഷട്ടറും ഇത് തന്നെയാണ്. ഇപ്പൊ ഒരു 25 വർഷത്തെ വാറന്റി അവർ കൊടുക്കുന്നുണ്ട് ഇതിന്. ഇത് ചതില് പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഫംഗസ് ബാധ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല എന്നാണ് പറയുന്നത്. 25 വർഷത്തോളം അതിന്റെ വാറന്റിയോട് കൂടിയാണ് ഈ തടി അവർ സപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറിലും 2 ബെഡ്റൂമാണ്. ഇതും ആ ക്വാളിറ്റി തന്നെയുള്ള ആ ഒരു വുഡ് കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന ഡോർ ഷട്ടറാണ്. ഇവിടെ നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ്. ഇവിടെയും ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് ടെറസിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറാണ്. അതും സെയിം മെറ്റീരിയൽ തന്നെയാണ്. അപ്പം ടോയ്ലറ്റിന്റെ ഒഴിച്ച് ബാക്കി എല്ലാ ഡോർസും വിൻഡോസും എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഹിൽവുഡ് കൊണ്ട് തന്നെയാണ്. കിച്ചണിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ഡോറാണ്. ഇത് നമുക്ക് 2 പാളിയായിട്ട് മേളിൽ ടോപ്പിലും 2 പാളിയായിട്ട് വരുന്ന ഡോറാണ്. ഇതേപോലെയുള്ള ഡോറുകൾ ചെയ്യാം. ഇതിന്റെയൊക്കെ ഈ ഹിൽവുഡിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞത്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 25 വർഷത്തെ വാറന്റി അവർ കൊടുക്കുന്നുണ്ട്. മറ്റ് വുഡിനെക്കാട്ടി കുറച്ച് ഓയിൽ കണ്ടന്റ് കൂടിയതാണ് തേക്കിനെക്കാട്ടി. നല്ല ഫിനിഷിംഗ് ആണ്, നല്ല ഗ്ലേസ്ഡ് ആയിട്ടുള്ള ഫിനിഷിംഗ് ആണ്. അതേപോലെ തന്നെ ചെതലോ കുത്തലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല. ഇതെല്ലാം ഒരു 100 വർഷത്തിന് മേളിൽ ആയിട്ടുള്ള മരങ്ങളുടെ, 100 വർഷം കഴിഞ്ഞ് പഴക്കമുള്ള മരങ്ങളുടെ അടികളാണ് ഇത് അർപ്പിച്ച് ഇവര് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഇതിന് നല്ല ഗ്യാരണ്ടിയും വാറന്റിയും ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഹിൽവുഡിന്റെ. നമുക്ക് ഇത് വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയയുടെ പുറത്തോട്ട് ഇറങ്ങുന്ന ഡോറാണ് ഈ 2 പാളിയായിട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ കിച്ചണും വർക്ക് ഏരിയയും വരുന്നിടത്തും ഇതേപോലെ തന്നെ ഫുൾ ആയിട്ടുള്ള ഡോർ കൊടുത്തിട്ടുണ്ട്. ഇതും ആ മെറ്റീരിയൽ കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ്. അതിന്റെ ഫ്രെയിമും ഇതിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ഇതിന്റെ കിച്ചൺ കബോർഡും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കിച്ചണിൽ നിന്ന് ഡൈനിങ്ങിലോട്ട് ഇറങ്ങുന്ന ഡോറാണ്. ഇത് കിച്ചണിൽ നിന്ന് ഡൈനിങ്ങിലോട്ട് ഇറങ്ങുന്ന ഡോറാണ്. അതും എല്ലാം ഈ മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏത് രീതിയിലുള്ള ഡിസൈനിലോ, ഇതിപ്പോ ഇതൊരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള ഒരു ഡിസൈനാണ്. ഇനി ഏത് രീതിയിലുള്ള ഡിസൈനിലോ
ഏത് രീതിയിൽ നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്ത് ഈ ഡോർസ് വിൻഡോസുകളെല്ലാം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഈ വീടിന്റെ ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് പരിധിയുണ്ട് എടുക്കാനും കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഇവിടെ ഡോർസ് വിൻഡോസിനെ പറ്റിയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡോർസ് വിൻഡോസ് അതിന്റെ എന്ത് മെറ്റീരിയൽ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഹിൽവുഡിന്റെ ഡോർസ് വിൻഡോസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞു. ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പം തടി തന്നെ ഉപയോഗിക്കണം, ഇപ്പൊ തേക്കിനെക്കാട്ടി അല്ല തേക്ക് പോലെ തന്നെ ഉള്ള നല്ല മെറ്റീരിയൽ വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതേപോലെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് ഡോർസ് വിൻഡോസ് ഒക്കെ പണിയാം. അപ്പൊ അത് ഫ്രെയിംഡ് ആയിട്ട് തന്നെ അതിന്റെ സീസൺ ചെയ്ത് അത് സൈസിലാണ് നമുക്കത് കിട്ടുന്നത്, അല്ല ഉരുളൻ തടിയായിട്ടല്ല, സൈസിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് പണിതെടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ്. ഇവർക്ക് അടുത്തുള്ളത് ഹരിപ്പാട്, ആലപ്പുഴ, ചങ്ങനാശ്ശേരിയിലാണ് ഇതിന്റെ ഡീലേഴ്സ് ഉള്ളത്. അതേപോലെ തന്നെ കേരളത്തിൽ എല്ലായിടത്തും ഇതിന്റെ സപ്ലൈ അവർ ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും ഡീലേഴ്സും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് ഇവരെ ബന്ധപ്പെടാവുന്നതാണ്. ഇതിന്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.